സൂപ്പർ ലീഗ് കേരള തൃശൂർ വേഴ്സസ് കണ്ണൂർ മത്സരം ഓരോ ഗോൾ വീതം നേടി സമനിലയിൽ പിരിഞ്ഞു. കണ്ണൂരിൽ ഒരു ഇടവേളയ്ക്ക് ശേഷം നടന്ന ഒരു ഫുട്ബോൾ മാച്ച് എന്നുള്ള രീതിയിൽ വലിയ ജനപങ്കാളിത്തം നമ്മൾ കാണുകയും ചെയ്തു. എനിക്കൊപ്പം മീഡിയ വൺ വെബ് സ്പോർട്സ് ഡെസ്കിൽ നിന്ന് രണ്ട് ജേർണലിസ്റ്റുകൾ കൂടി ചേരുകയാണ്. ഹരികൃഷ്ണൻ, ഫസി. ഹരി, അവസാന നിമിഷം തൃശ്ശൂരിൻ്റെ തിരിച്ചടി. ഇഞ്ചുറി ടൈമിൽ റഫറി വിസിലെടുത്തിട്ട് കയ്യിൽ വെച്ച് ഊതാൻ പോകുമ്പോഴാണ് ഒരു പക്ഷേ ആ ഗോള് വന്നത്. അത് തൃശ്ശൂരിന് വലിയ കോൺഫിഡൻസ് വരികയും ചെയ്തു. പോയിന്റ് ടേബിളിൽ ഒന്നാമതേക്ക് അവരെത്തുകയും ചെയ്തു. അപ്പോൾ എങ്ങനെയായിരുന്നു ഇന്ന് തൃശ്ശൂരിൻ്റെ പ്രകടനം? തുടക്കത്തിൽ കുറച്ച് മന്ദഗതിയിലായിരുന്നു. അതെ, ഈ തൃശ്ശൂർ തുടക്കത്തിൽ എനിക്ക് തോന്നുന്നു കണ്ണൂർ എങ്ങനെയാണ് തൃശ്ശൂർ കളിക്കാൻ പോകണമെന്ന് മനസ്സിലാക്കിയിരുന്നു. അപ്പോൾ അതിനനുസരിച്ച് അവർ പ്ലെയേഴ്സിനെ ലോക്ക് ചെയ്യലും അതേപോലെ അവർക്ക് സ്പേസ് കൊടുക്കാതിരിക്കുകയൊക്കെ ചെയ്തിരുന്നു. പക്ഷെ സെക്കൻഡ് ഹാഫിൽ കുറച്ചും കൂടി തൃശ്ശൂരിൻ്റെ ബോൾ നമ്മൾ കണ്ടു. പക്ഷെ ചെറിയൊരു മിസ് പാസ് കാരണമാണ് അവിടെ ഒരു കണ്ണൂരിൻ്റെ ഗോൾ വന്ന് വീണത്. പക്ഷെ പിന്നെയും തൃശ്ശൂരിൻ്റെ തരത്തിൽ നിന്ന് അറ്റാക്ക് ഉണ്ട്. അപ്പോൾ അവർക്ക് മനസ്സിലാക്കി ആ ലെഫ്റ്റ് വിങ്ങിൽ നമ്മുടെ നവീൻ കൃഷ്ണയാണ് അവരൊരു വിങ്ങർ ഗെയിം പ്ലേ ആയിട്ട് ഇറക്കിയിരുന്നത്. അപ്പോൾ ആളുടെ പേസ് ഉപയോഗിക്കാൻ പറ്റിയിരുന്നില്ല. അപ്പോൾ അവർ നവീൻ കൃഷ്ണനെ മാറ്റി അഫ്സലിനെ ഇറക്കി, കഴിഞ്ഞ മത്സരത്തിലെ വിന്നർ ബോയ്. അപ്പോൾ അഫ്സലിനെ ഇറക്കി. അഫ്സൽ എന്ത് ചെയ്തു? അഫ്സൽ മുന്നിലേക്ക് പോകുന്നു, അതേപോലെ കട്ട് ബാക്ക് ചെയ്ത് പിന്നിലേക്ക് വരുന്നു, ഒരു ഉഗ്രം ക്രോസ് നൽകുന്നു. മാർക്കോവിച്ച് ആളുടെ ഏരിയൽ അബിലിറ്റി ഉപയോഗിച്ചിട്ട് ഒരു ഹെഡർ അവിടെ വന്നതാണ്. മാർക്കോവിച്ച്. അപ്പോൾ സബ്സ്റ്റിറ്റ്യൂഷൻസ് ആക്ച്വലി വിൻ ചെയ്തു എന്ന് പറയണം തൃശ്ശൂരിന്. അപ്പോൾ മാർക്കോവിച്ചിൻ്റെ ആ ഒരു ഉഗ്രൻ ക്രോസും അവിടെ ശരിക്കും മാർക്കോവിച്ച് അവിടെ ഹെഡ് ചെയ്യാൻ പാടില്ല. അത് കണ്ണൂരിൻ്റെ ഡിഫെൻസീവ് ഒരു മിസ്റ്റേക്കാണ്. അപ്പോൾ മാർക്കോവിച്ച് അത് ഹെഡ് ചെയ്യുന്നു, കൃത്യമായിട്ട് അവിടെ ബിബിൻ അവിടെ ഹെഡ് ചെയ്ത് ഉള്ളിലേക്ക് കയറ്റാൻ നിൽക്കുന്നത്. അപ്പോൾ ഇത് നല്ലൊരു കോൺഫിഡൻസ് ആണ്, നെവർ ഗീവ് അപ്പ് മെൻറ്റാലിറ്റിയാണ് തൃശ്ശൂരിൻ്റെ ഭാഗത്ത് നമ്മൾ കാണുന്നത്. ഒരു ഗോൾ വീണെങ്കിലും തൃശ്ശൂരിൽ ഇന്നും യഥാർത്ഥത്തിൽ തൃശ്ശൂരിനെ രക്ഷിച്ചത് കമാലുദ്ദീനാണ്. എത്ര സേവ് ആണെന്നറിയോ കമാല്. നാളെ ഇന്ത്യൻ അണ്ടർ-23 ടീമിൻ്റെ അതിൻ്റെ ക്യാമ്പിലേക്ക് പോകുന്ന താരമാണ്. എനിക്ക് തോന്നുന്നു ഒരു 5 ഗോളെന്ന് ഉറച്ച ഷോട്ടുകൾ തന്നെ കമാൽ രക്ഷപ്പെടുത്തിയിട്ടുണ്ട്. അതെ. അപ്പോൾ ഈ എന്തുകൊണ്ടാണ് ഈ ഇന്ത്യൻ അണ്ടർ-23 ടീമിലേക്ക് ഈ കമാലുദ്ദീനെ സെലക്ട് ചെയ്തേക്കണെന്നുള്ള ഒരു ഉത്തമ ഉദാഹരണമാണ് നമ്മൾ ഇന്ന് കണ്ടത്. ഒരു ഗോൾ വഴങ്ങിയെന്നിരുന്നാലും അത് വേറെ ചാൻസ് ഉണ്ടായിരുന്നില്ല. അത് ഡിഫൻസീവ് മിസ്റ്റേക്ക് ആയിരുന്നു, വേറെ പ്ലെയർ ഉണ്ടായിരുന്നില്ല. 1-on-1 ചാൻസ് ആയിരുന്നു. ബട്ട് പിന്നെ വന്ന ഷോട്ടുകൾ ഉഗ്രൻ സേവുകളാണ് നടത്തിയത്. അപ്പോൾ എന്തുകൊണ്ടാണ് കമാലുദ്ദീൻ നാളെ കൊൽക്കത്തയിലേക്ക് പറക്കാൻ പോകുന്നത് എന്നുള്ള ഒരു ഉത്തമ ഉദാഹരണം നമ്മൾ ഇന്നും കൂടെ കണ്ടു. ബിബിൻ അജയൻ അവസാന നിമിഷം വന്നൊരു ഗോളടിച്ച് തൃശ്ശൂരിനൊരു മാജിക്കൽ സമനില എന്നൊക്കെ നമുക്ക് പറയാം. കമാലുദ്ദീൻ കൺസീഡ് ചെയ്യുന്ന ഫസ്റ്റ് ഓപ്പൺ പ്ലേ ഗോളാണിത് ഇത്രയും മത്സരങ്ങൾ കഴിഞ്ഞിട്ടും. അപ്പോൾ എത്ര മത്സരങ്ങൾ എടുത്തു ഒരു ഓപ്പൺ പ്ലേ ഗോൾ, അതും ഈ ഒരു ചെറിയ മിസ്റ്റേക്ക് കാരണമാണ് ഓപ്പൺ പ്ലേ ഗോൾ കൺസീഡ് ചെയ്തത്. സോ അതാണ് ഒരു ഗോൾ കീപ്പർക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്ത സാഹചര്യമാണ്. നേർക്ക് മുന്നിൽ വന്നിട്ട് ഒരു ഫോർവേഡ് ബോളും എടുത്ത് അടിച്ച് കയറ്റാൻ വേണ്ടി വരുമ്പം ആരായാലും ഒന്ന് പതറിപ്പോകും, അത്ര മാത്രമേ. ഓക്കെ, ഫസി, കണ്ണൂർ സിനാന്റെ ഗോള്, സിനാന്റെ വീട്ടുകാർ, നാട്ടുകാർ, അവർക്ക് മുന്നിൽ സിനാന്റെ മനോഹരമായൊരു ഗോള്, ഒരു ബ്രില്യൻ ഗോളായിരുന്നു. ഒപ്പം നമ്മൾ എടുത്തു പറയേണ്ട എബിൻ ദാസിന്റെ പ്രകടനം, അസിയർ ഗോമസിന്റെ പ്രകടനം, സർദിനാരോയുടെ പ്രകടനം. നമുക്കറിയാം സിനാന്റെ ദിവസമാണെന്ന് ശരിക്കും പറഞ്ഞാൽ. സിനാന്റെ പാരൻസ് ഗാലറിയിലുണ്ട്, സിനാനെ സപ്പോർട്ട് ചെയ്ത ഒരുപാട് ആരാധകർ ഗാലറിയിലുണ്ട്. ആളുടെ പേരിൽ വലിയ ഫ്ലെക്സും കാര്യങ്ങളൊക്കെ ആയിട്ട് അവർ വന്ന് കണ്ണൂരിലെ ഫസ്റ്റ് ഹോം മാച്ച്, ടീമിന്റെ ഒരു ഫസ്റ്റ് ഹോം ഗോൾ നേടുന്ന ഒരു പ്ലെയർ, അത് ആ ഒരു താരത്തിനാവാനുള്ളൊരു വിധി ഇന്ന് ശരിക്കും കുറിക്കപ്പെട്ടതാണ്. ആളുടെ ഉപ്പായുടെ ആൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആൾ ഇന്ന് ഇറങ്ങാൻ പറ്റുകയാണെങ്കിൽ ഒരു ഗോൾ അടിക്കുമെന്നുള്ളത്. അത് ആൾ വാക്ക് പാലിച്ചു. ആൾ മാൻ ഓഫ് ദ മാച്ച് വാങ്ങിയിട്ടാണ് മടങ്ങുന്നത്. അപ്പോൾ ആളുടെ പ്രകടനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അതിലപ്പുറത്തേക്ക് ഞാൻ ഡിഫൈൻ ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെ സർഡിനാറോ അതേപോലെ തന്നെയുള്ള എസിയർ ഗോമസ്, ഇവർ രണ്ടുപേരും മിഡ്ഫീൽഡിൽ ഉണ്ടാക്കി വെച്ച ഒരു ഓളത്തിലാണ് ഈ ഒരു കളി മുന്നോട്ടേക്ക് പോയിട്ടുള്ളത്. ആ ഗോളിലേക്കുള്ള ഒരു ഡിഫൻസീവ് എറർ വന്നെങ്കിലും ആ എറർ മനസ്സിലാക്കി കറക്റ്റ് പൊസിഷൻ ചെയ്തുകൊണ്ടാണ് അവിടെ ഒരു അസിസ്റ്റ് ക്രിയേറ്റ് ചെയ്ത് സർഡിനാറിനെ കൊണ്ട് പറ്റിയിട്ടുള്ളത്. അതുപോലെ തന്നെ എബിൻ ദാസ്, ആള് ഷോട്ട് എടുക്കുന്നു, കമാൽ സേവ് ചെയ്യുന്നു, ആള് പാസ് കൊടുക്കുന്നു, അവിടെ ആള് എല്ലായിടത്തും ഉണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആളൊരു എഞ്ചിൻ പോലെ എവിടെയാണ് ഫുൾ ഓണാണ്. ആൾ ഗ്രൗണ്ടിലുള്ള എത്ര സമയമാണ് അത് 100% എഫിഷ്യൻസിയിൽ കളിക്കുന്ന ഒരു താരമാണ്. അപ്പോൾ ആള് ഇപ്പം നമ്മളോട് സംസാരിച്ചപ്പോൾ പറഞ്ഞ പോലെ അവസാന മിനിറ്റിൽ ഒരു ഗോൾ കൺസീഡ് ചെയ്യേണ്ടി വന്നതുകൊണ്ടുള്ളൊരു ദുഃഖം മാത്രമേ ആൾക്കുള്ളൂ. പക്ഷെ ആളുടെ മാക്സിമം എഫേർട്ട് എടുത്തിട്ടുണ്ട്. കണ്ണൂർ ജയിക്കേണ്ട മത്സരമായിരുന്നു, പക്ഷേ തൃശ്ശൂർ ഒന്നും കൂടി അവസാന മിനിറ്റുകളിൽ നന്നായി കളിച്ചുകൊണ്ട് സമനില നേടുന്നു. പിന്നെ കമാൽ കഴിഞ്ഞ 4 ഗ്രൗണ്ടുകളിൽ ആളുടെ പ്രകടനം കൊണ്ട് പേരെടുത്തിട്ടുണ്ട്. എന്തായാലും ഇന്ത്യൻ ക്യാമ്പിലേക്ക് പോവാണ്. കണ്ണൂരും കൂടി എൻ്റെ പേര് ഇതിൽ ചേർത്തിട്ട് പോകാം എന്നുള്ളൊരു തീരുമാനമായിരുന്നു. മികച്ച 4 സേവുകളുണ്ട്. അതല്ലെങ്കിൽ ഒരു പക്ഷേ മത്സരത്തിൻ്റെ റിസൾട്ട് കണ്ണൂരിന് അനുകൂലമായേനെ. ഏതായാലും 2 ടീമുകളും നന്നായി കളിച്ചു. ആരും തോറ്റില്ല, ആരും ജയിച്ചില്ല, ഒരു സമനിലയിൽ പിരിഞ്ഞു. കണ്ണൂരിലെ കാണികളെ കുറിച്ച് കണ്ണൂരിലെ കാണികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
ഒരുപക്ഷെ നമ്മൾ മലപ്പുറത്ത് ട്രാവൽ ചെയ്തു, കോഴിക്കോട് ട്രാവൽ ചെയ്തു, ബാക്കി മത്സരങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഇത്രയും ഒരു ടൈറ്റ് പാക്ഡ് ആയിട്ടൊരു ഗാലറി മലപ്പുറത്തൊക്കെ ഉണ്ടെങ്കിലും ഭയങ്കരമായിട്ടൊരു ടൈറ്റ് പാക്ഡ് ഗാലറി, അതും പല ഏജ് ഗ്രൂപ്പാണ്. അത് ഏറ്റവും ചെറിയ ആളുകൾ മുതൽ ഒരുപാട് വലിയ ഏജുള്ള ആളുകളുണ്ട്. അതിൽ തന്നെ സ്ത്രീകൾ ഒരുപാട് വന്നിട്ടുണ്ട്. ഒരു മൊത്തം ഫാമിലി ഒരു ടൂറിന് ഇറങ്ങിയ പോലെ ആയിരുന്നു, ഉത്സവം പോലെ. അതെ, ഒരു നാടിൻ്റെ മൊത്തം ഒരു ഉത്സവമായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഒരുപാട് കാലത്തിന് ശേഷം വരുന്ന ഒരു മത്സരത്തെ അവർ വലിയ രണ്ട് കൈയും നീട്ടി സ്വീകരിച്ചിരുത്തിയ ഒരു അവസ്ഥയാണ്. കണ്ണൂരുകാർ നമുക്കറിയാം വിരുന്നിന് പേര് കേട്ടോല, ഫുട്ബോൾ വിരുന്നെത്തുമ്പോൾ അതിനെ അതേ രീതിയിൽ ഒരു സ്വീകരിച്ചിരുത്തിയും ആ ഒരു സ്വീകരണം ഒരു കൊടുത്തിട്ടുണ്ട്. അത് ആ ടീമും അവർക്ക് തിരിച്ചു നൽകിയിട്ടുണ്ട്. തുടർന്നുള്ള മത്സരങ്ങളിലും ഇതുപോലെ തന്നെ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കാം. ഓക്കെ, അപ്പോൾ അതാണ് ഇന്നത്തെ മത്സരം സമനിലയിലാണ്. പക്ഷെ അപ്പോഴും പറഞ്ഞവസാനിപ്പിക്കുന്നത് ഇങ്ങനെയാണ്: മലപ്പുറത്തും കോഴിക്കോടും കണ്ടതല്ല, കണ്ണൂരിൽ കണ്ട ഇന്നത്തെ കാണികൾ എന്ന് പറയുന്നത് വലിയ മത്സരമുണ്ട്. അത് മൈതാനത്ത് ടീമുകൾ തമ്മിലല്ല, മലപ്പുറത്തെ കാണികളും കോഴിക്കോട്ടെ കാണികളും കണ്ണൂരിലെ കാണികളുമാണ്. ആരാണ് ബെസ്റ്റ് കാണികൾ എന്നുള്ള കാര്യത്തിന് ഒരു ടൈ ബ്രേക്കർ തന്നെ വേണ്ടി വരും കേട്ടോ. ടൈ ബ്രേക്കർ വേണ്ടി വരും. മനോഹരമായ കാഴ്ചയായിരുന്നു ഇന്ന് കണ്ണൂർ സ്റ്റേഡിയത്തിൽ നമ്മൾ കണ്ടത്. ഇളകിയാർത്തെത്തിയ ആയിരക്കണക്കിന് ആളുകളുണ്ടായിരുന്നു. അവരിൽ പലരും നിരാശയോടെയാണ് പലരും മടങ്ങിയത്, സമനിലയായതുകൊണ്ട് തന്നെ. പക്ഷേ ഫുട്ബോൾ ജയിച്ചു. സൂപ്പർ ലീഗ് ആളുകൾ ഏറ്റെടുക്കുന്നത് തന്നെയാണ് നമ്മളിവിടെ നിന്ന് കാണുന്നത്.